വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർത്തു. കേസുമായി തനിക്ക് ബന്ധമില്ല എന്ന് പറയുകയാണ് ND അപ്പച്ചൻ. 100% സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എനിക്ക് വലിയ സമ്പത്തുമില്ല, സ്വത്തുമില്ല, ഒന്നുമില്ല. നിയമപരമായി നേരിടാൻ പറ്റില്ലല്ലോ. ഇത്തരം കാര്യത്തിൽ നിയമപരമായി പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലാത്ത ഒരു കേസ് കെട്ടിച്ചമച്ച് നമ്മളെയൊക്കെ പ്രതിയാക്കുക. എൻ്റെ പൊതുജീവിതം 54 വർഷത്താണ് നഷ്ടപ്പെട്ടത്. ഈ 54 വർഷത്തിനിടയ്ക്ക് ഒരു ഓട്ടോമുക്കാൽ ഞാൻ വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞില്ല ഒരാൾ ഒരു കാര്യത്തിലും. അപ്പോൾ അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾ എൻ്റെ ഈ അവസാനത്തെ കാലഘട്ടത്തിൽ ഞാനത് എന്നെ മോശമാക്കാൻ നിൽക്കൂ. ആരോപണം തെളിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അല്ല, പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ. പാർട്ടി അന്വേഷിക്കണത് ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആക്കിയിരിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി, എന്താണ്, ഇവർ കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ്. അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഞാനൊരു അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അന്വേഷണത്തിനിടയിൽ ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. നമ്മളിവിടെ രാജ്യം വിട്ടു പോകണമെന്നില്ല. റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പറയും. നമ്മൾ പാർട്ടി അതിനകത്ത് സത്യസന്ധവും നീതിപൂർവമായ നടപടികളെ സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിലാണ്. NM വിജയൻ കൊലപാതകം തന്നെ എന്നുള്ളതാണ് CPIMന്റെ പ്രതികരണം. അദ്ദേഹം വളരെ കാലത്തെ കോൺഗ്രസ് ജീവിതം 10-50 വർഷക്കാലം ഈ എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു തരത്തിലും കോൺഗ്രസിനെ നോവിപ്പിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായിട്ടുള്ള ഒരാളാണ്. സ്വന്തം മകനെയും ഇല്ലാതാക്കിയിട്ട് ഇതാ സംഭവം. അപ്പോൾ കൃത്യമായ അന്വേഷണം വേണം, ആവശ്യമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത്, R ശ്രീജിത്ത് എന്നിവർ ചേരുന്നു. ആദ്യം സുർജിത്തിലേക്ക് പോവുകയാണ്. സുർജിത്ത്, ഈ അസ്വാഭാവിക മരണം എന്നുള്ളത് ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യാ കുറ്റമായി അത് വകുപ്പ് വോട്ട് ചെയ്തപ്പോൾ തന്നെ ഇത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ലേ കോൺഗ്രസ് നേതൃത്വം? അതിനെ ഏത് രീതിയിലാണ് കോൺഗ്രസിന്റെ നിയമപരമായ ആലോചന? സുർജിത്ത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാണുന്നത്. എങ്ങനെയാണോ ഈ PP ദിവ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്ന, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്ന ആ വിവാദം, ആ പശ്ചാത്തലത്തേക്കാൾ കൂടുതൽ ഗൗരവമായ തെളിവുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ആത്മഹത്യാക്കുറിപ്പിലും കത്തിലും പേരുള്ള ആളുകളുടെ അവരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആരോപണ വിധേയരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടാണ് IC ബാലകൃഷ്ണൻ MLA, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇതിന്റെ എല്ലാം തന്നെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, അതായത് കോഴപ്പണം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചുക്കാൻ പിടിച്ച ആളെന്നുള്ള ആരോപണമാണ് KK ഗോപിനാഥൻ മാഷിനെതിരെയുള്ളത്. അദ്ദേഹത്തെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ DCC തലത്തിലുണ്ടായിരുന്ന PV ബാലചന്ദ്രൻ, പിന്നീട് അദ്ദേഹം CPMലേക്ക് വന്ന ആളാണ്, മരിച്ചു. അദ്ദേഹത്തെയും പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 4 പേരുടെ പേരെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.